കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ NITക്കടുത്ത് വേങ്ങേരിമഠം എന്ന പ്രദേശത്ത് 2900 അടി തീർന്നമുള്ള ഒരു വീടാണ് ഇവിടെ പണിതിട്ടുള്ളത്. ഈ വീടിന് ഒരു 2 ലിവിംഗ് റൂം, ഒരു കോർട്ട്യാർഡ്, 4 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇത്രയും സൗകര്യം ഈ വീടിനുണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ചെരിഞ്ഞ പ്രദേശമായിരുന്നു വീട് ഉണ്ടാക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. അത് താഴ്ഭാഗം കെട്ടി ഉയർത്തി മണ്ണിട്ട് നിറച്ച് കുറച്ച് ഉയരത്തിൽ ആണ് ഈ വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഈ വീട് ഇങ്ങനെ നിർമ്മിക്കുന്നതിൽ ഞാൻ ശ്രീ സജീന്ദ്രൻ കൊമ്മേരിയുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ വീടിൻ്റെ ഡിസൈനും ഇതിൻ്റെ മറ്റ് മാർഗനിർദ്ദേശങ്ങളും എനിക്ക് തന്നിട്ടുള്ളത്. ശ്രീ സജീന്ദ്രൻ കൊമ്മേരി വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ പ്ലാൻഡായിട്ട് തന്നെ എനിക്ക് ഈ വീട് നിർമ്മിച്ചു തരികയാണ്. എൻട്രൻസ് നേരെ വരുന്നത് ലീവിംഗ് ഹാളിലേക്കാണ്. ലീവിംഗ് ഹാൾ കൊടുത്തിരിക്കുന്നത് വരുന്ന ഒരു ഡബിൾ ഹൈറ്റ് മോഡലിലാണ്. ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ട് ഒന്നും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും, ഭയങ്കര വിത്തൊക്കെ ഉള്ള പോലെ തോന്നും. അതേപോലെ തന്നെ ലീവിംഗ് ഹാളിൻ്റെ 2 സൈഡിലും 2 കോർണർ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗോള മോഡൽ ഹോള് ഗ്ലാസ് ബ്രിക്ക് വെച്ച് മോഡൽ ചെയ്തിട്ടുണ്ട്. അതായത് L ഷേപ്പ് സോഫയാണ് വരുന്നത്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് TV യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ നടന്നു വരുന്നത് എന്ന് പറയുന്നത് കോർട്ട്യാർഡിലേക്കാണ്. കോർട്ട്യാർഡും ഈ പറഞ്ഞതുപോലെ ഡബിൾ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഒരു ഡെക്കറേഷൻ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ നടുവിൽ 5 ജോൺസ് ആണ് വെച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റ്സിനെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു സ്മോൾ പൂജാ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഷെൽഫാണ്. അവിടെ മീൻസ് ഫുള്ളി ഇൻറ്റീരിയറൈസ്ഡ് ഷെൽഫാണ്. അവിടെ നമുക്ക് ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന മോഡലിലാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഫുട്പാത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയർ കേസും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഡൈനിങ് ടേബിളുമാണ് വരുന്നത്. ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഫുള്ളി മാർബിൾ പോലത്തെ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് വുഡൻ ടൈൽ വെച്ചിട്ടാണ് ചെയ്തത്. വിൻറ്റേജ് വീടുകളിൽ കൊടുക്കുന്നത് പോലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വാൾപേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒന്ന് സൈഡിലോട്ട് മാറിയാൽ നമുക്ക് ഒരു വാഷ് ഏരിയയും കാണാൻ പറ്റുന്നത്. വാഷ് ഏരിയ ഫുള്ളായിട്ടും വാൾപേപ്പറും വുഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും അതേപോലെ തന്നെ ഗ്രാനൈറ്റുമാണ് ഡെക്കറേഷന് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാൾ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് അടുക്കള രൂപം കൊടുത്തിട്ടുള്ളത്. അടുക്കള മോഡുലർ കിച്ചണാണ്. അടുക്കളയുടെ പ്ലാറ്റ്ഫോമുകൾ കലിങ്ക സ്റ്റോൺ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോർ റൂമിന് ബദലായി വാർഡ്രോബാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് സ്ലൈഡിങ് ചെയ്ത് സ്പേസ് ഒന്നും പോവാതെ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് അവിടെ രൂപം കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുകൾ നിലയിൽ ഒരു ലിവിംഗ് റൂമും, ലിവിംഗ് റൂമിൽ വളരെ സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ ആണ്. അതേപോലെ അതിനകത്തൊരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്.
താഴെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ്, മറ്റൊന്ന് ചെറിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമുകളൊക്കെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതോടൊപ്പം വളരെ വെളിച്ചവും മറ്റും കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബെഡ്റൂമുകളിൽ വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇൻറ്റീരിയർ ഒരു വുഡൻ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. തേക്ക് ഫിനിഷിങ്ങോട് കൂടിയ ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. മുകളിലെ 2 റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം ഇൻറ്റീരിയർ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതാണ്. വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രത്യേകതകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ശ്രീ സജീന്ദ്രൻ കൊമ്മേരിയുടെ ആത്മാർത്ഥത. ഒരു വീട് നിർമ്മാണം, ആ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, അതിനെ എത്രത്തോളം ഭംഗിയാക്കി ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളതിൽ അദ്ദേഹം വളരെ മികച്ച ഒരു ഡിസൈനറാണ്. മറ്റൊരു കാര്യം, വീടിനകത്ത് വെക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, വളരെ ഉയർന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു കടുംപിടുത്തക്കാരനാണ്. അത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അതിൻ്റെ ഗുണം നമുക്ക് കണ്ടറിയാം.